വന്യജീവി ആക്രമണം ഉൾപ്പെടെ മലയോര ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ പ്രതിഷേധ ജാലയ്ക്ക് ആഹ്വാനം ചെയ്ത താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. നാളെ രാവിലെ രൂപതയിലെ എല്ലാ ഇടവകയിലും പ്രതിഷേധം സംഘടിപ്പിക്കും. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. മിഥില, താമരശ്ശേരി രൂപതയുടെ പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്തായിരിക്കും, രൂപം എന്തായിരിക്കും? ശ്രീജിത്തെ, വലിയ രീതിയിലുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ പ്രതിഷേധമാണ് സർക്കാരിനെതിരെ താമരശ്ശേരി രൂപത ഇപ്പോൾ ഇറക്കിയ ഒരു സർക്കുലറിലുള്ളത്. പ്രതിഷേധ ജ്വാല തീർത്ത് ഈ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ ദുരിതങ്ങളും സർക്കാരിൻ്റെ അവഗണനയ്ക്കുമെതിരെ നാളെ രാവിലെ താമരശ്ശേരി രൂപതയിലെ എല്ലാ ഇടവകകളിലും പ്രതിഷേധ ജ്വാല തീർക്കാനുള്ള ഒരു ആഹ്വാനമാണ് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൻ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു പത്രക്കുറിപ്പിൽ കടുത്ത ഭാഷയിൽ തന്നെയാണ് സർക്കാരിനെയും വനം വകുപ്പിനെയും വിമർശിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ വയനാട്ടിലും അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിലും നേരിടുന്ന ഈ വന്യമൃഗ ശല്യം അല്ലെങ്കിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതെല്ലാം തന്നെ സർക്കാരിൻ്റെയും വനം വകുപ്പിൻ്റെയും അനാസ്ഥയും നിഷ്ക്രിയത്വവും മൂലമാണെന്നാണ് ഈ ഒരു സർക്കുലർ പറയുന്നത്. മാത്രമല്ല, കർഷകൻ്റെ ജന്മാവകാശം നിഷേധിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ നിലപാടാണ് സർക്കാരും ഇത്തരത്തിൽ വനം വകുപ്പും സ്വീകരിക്കുന്നത്. നിരവധി പദ്ധതികൾ ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലും ഈ വന്യമൃഗശല്യം തടയുന്നതിനായി നിരവധി പദ്ധതികൾ താമരശ്ശേരി രൂപതയും മറ്റ് സംഘടനകളും എല്ലാം തന്നെ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ സംയോജിതമായി നടപ്പിലാക്കുന്നില്ല. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്ന ഒരു കാര്യവും താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ഇറക്കിയ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. ശ്രീജിത്ത്.